സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജൂൺ 19 വോട്ടെടുപ്പ്, 23 കൗണ്ടിംഗ്. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം കേരളത്തിൽ നടക്കുന്ന 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പ്. ഈ കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകളിലും ഏത് പാർട്ടിയുടെ സീറ്റിലാണോ ഒഴിവ് വന്നത്, അല്ലെങ്കിൽ ഏത് മുന്നണിയുടെ സീറ്റിലാണോ ഒഴിവ് വന്നത്, ആ മുന്നണി തന്നെ ആ സീറ്റ് നിലനിർത്തുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നിലമ്പൂരിൽ അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരവും ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതുമായ ചോദ്യം. നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ ഇടതുപക്ഷത്തോട്, പ്രത്യേകിച്ച് സി പി എമ്മിനോട് മാത്രമല്ല, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കലഹിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു കേരളീയ പൊതുസമൂഹത്തിൽ വളരെയധികം ദിവസം ചർച്ച ചെയ്യപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് LDFിൽ നിന്ന് ഇറങ്ങുന്നത്, രാജിവെക്കുന്നത്. അതിനുശേഷമാണ് അവിടെ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല എന്ന് അൻവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അൻവറിൻ്റെ ചോയ്സ് ഉണ്ടാവും എന്നുള്ള പ്രതീതി അൻവർ UDFിൽ സൃഷ്ടിച്ചിരുന്നു. അങ്ങനെ പല നിലയ്ക്ക് ഉള്ള പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാധാരണ UDF ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അതിൻ്റെ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ നിലമ്പൂരിൽ അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിന് PV അൻവറിൻ്റെ ചില തടകളുണ്ട് എന്ന സംസാരങ്ങളുമുണ്ട്. എന്തായാലും ഇതേക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നിലമ്പൂരിലെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് മലബാറിലെ രാഷ്ട്രീയം, അതിലെ വിവിധ സാമുദായിക ഘടകങ്ങളുടെ സ്വാധീനം, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP പ്രശാന്താണ് നമുക്കിപ്പോൾ ഉള്ളത്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഞാൻ നിലമ്പൂരിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ ബേസിക്കലി നിലമ്പൂർ UDFിന് ഒരു എഡ്ജുള്ള മണ്ഡലമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാവോ? കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ, ഒരു തെരഞ്ഞെടുപ്പിൽ 12,000-ഓളം വോട്ടിന് PV അൻവർ ഇടത് സ്വതന്ത്രമായിട്ട് ജയിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2,700 വോട്ടിന് ഇടത് സ്വതന്ത്രമായിട്ട് ജയിക്കുന്നു. അൻവർ ജയിക്കുമ്പോൾ പോലും കോൺഗ്രസ് ഫാമിലിയിൽ നിന്നുള്ള ഒരു വോട്ട് കൂടെ അൻവർ മേടിച്ചെടുത്തിട്ടല്ല അൻവർ ജയിക്കുന്നത്. ആ നിലയ്ക്ക് നിലമ്പൂർ ഒരു UDF അനുകൂല മണ്ഡലമാണ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ തെറ്റാവോ? അതൊരു വലിയ അർത്ഥത്തോടെ ശരിയാണ്. അൻവർ CPMൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ ചേർന്നിട്ടുണ്ടെങ്കിലും CPM കാരനായിട്ടല്ല ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ പോലും കാണുന്നത്. ഒരുപക്ഷെ ഇത് കോൺഗ്രസിനുള്ളിലെ റബൽ ആയിട്ടാണ്. CPMലേക്ക് പൂർണ്ണമായിട്ടും ചേർന്നിട്ടുള്ള ഒരാളല്ല എന്ന നിലയിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള ഒരവസ്ഥ നിലനിൽക്കുന്ന, പൊളിറ്റിക്സ് നിലനിൽക്കുന്ന മണ്ഡലം അത് പിടിച്ചെടുക്കാൻ വേണ്ടി കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന അൻവറിനെ CPM ഉപയോഗിച്ചു എന്നതിനുപരിയായിട്ട് അതിലുള്ള അതിൻ്റെ ഘടകങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ അൻവറിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്, അൻവർ ഫാക്ടർ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അതിനെ ഒരു LDF മണ്ഡലമാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനം CPM അതിൻ്റെ അടിത്തട്ടിൽ നടത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് ഒരു അൻവർ ഫാക്ടർ മാറ്റി നിർത്തിയാൽ അതൊരു കോൺഗ്രസ് മണ്ഡലം തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യമാണ് ചോദിക്കട്ടെ. ഇപ്പോൾ അതിൻ്റെ ഒരു ഡെമോഗ്രഫി പരിശോധിച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ വോട്ടർമാരിൽ ഏതാണ്ട് ഒരു 45% മുസ്ലിം വോട്ടർമാരുണ്ട്, ക്രിസ്ത്യൻ വോട്ടർമാരുണ്ട്, കുറച്ച് ഹിന്ദുക്കളിൽ തന്നെ ഈഴവ വോട്ടർമാരുടെ സാന്നിധ്യം ഏതാണ്ട് 16-17% വരും. ഇതാണ് ഇതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വളരെ നിർണായകമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഘടകങ്ങളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത്. ഇതിലിപ്പോൾ ലീഗിനെ നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുന്നു. അവർക്ക് തിരിച്ച് ഭരണപക്ഷത്തേക്ക് വരണം എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹമാണ്, ആവശ്യമാണ്. അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കാം. ആ നിലയ്ക്കുള്ളൊരു പോസിറ്റീവ് എലിമെൻ്റ് ഇത്തവണ UDFിനെ സംബന്ധിച്ച് അവിടെയുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ മലയോര മേഖലയിലെ വോട്ടുകളാണ്. അവിടെയുള്ള കർഷക വിഭാഗത്തിന് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. അതിൽ സർക്കാരിൻ്റെ ഇടപെടൽ പോരാ എന്നുള്ള അഭിപ്രായം അവരിൽ വളരെ ശക്തമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വിഭാഗത്തിൻ്റെ പിന്തുണയും UDFിലേക്ക് വരാനുള്ളൊരു ചാൻസ് അവിടെയുണ്ട്. ഇതൊക്കെ ചാൻസാണ് ഞാൻ പറയുന്നത്. ആ നിലയ്ക്ക് നിലമ്പൂരിപ്പോൾ UDFിന് എഡ്ജുള്ള മണ്ഡലമാണ് എന്ന് പറയാൻ പറ്റില്ലേ? അതിൽ കൂടെയാണ് അൻവറിൻ്റെ ഈ പറഞ്ഞ ഘടകങ്ങളോട് കൂടെ ചേർക്കുമ്പോഴാണ്, അൻവറിൻ്റെ ഘടകം കൂടി വരുമ്പോഴാണ് UDFിന് എഡ്ജ് ഉണ്ടായിരുന്നെന്ന് പറയാൻ കാരണം എഡ്ജ് ഇപ്പോഴുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം CPMന് ഒരു പ്രതിസന്ധി ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ UDFിന് എഡ്ജ് ഉള്ള മണ്ഡലം എന്ന് പറയാമോ? അങ്ങനെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഒരു ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, അത് എങ്ങനെയാണ് വരുന്നത്? കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ട രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ
കേരളത്തിൽ മൊത്തം നിലനിൽക്കുന്നത്, അത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലുള്ള കാര്യമല്ല പറയുന്നത്, അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടോ, അത് CPM-നെ പ്രതിക്കൂട്ടിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുമ്പോഴും അതിനെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് CPM ഈ കഴിഞ്ഞ ഒരു 4-5 മാസത്തിനുള്ളിൽ നേടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ നമ്മൾ പരമ്പരാഗതമായി ഒരു തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഘടകങ്ങൾ ഒക്കെ ഉണ്ട്, പക്ഷെ അതിലൊന്നും നമ്മൾ കാണാതെ അല്ലെങ്കിൽ ആർക്കും കാണാൻ പറ്റാത്തൊരു ഘടകങ്ങളുണ്ട്. അത് ചില ഇൻ്റർവേരിങ് വേരിയബിൾസ് എന്നൊക്കെ നമ്മൾ പറയാവുന്ന എന്തെങ്കിലും ഒരു ഘടകം, അല്ലെങ്കിൽ പഴയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ ഫലം തന്നെ ആവർത്തിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ആവർത്തിക്കാനുള്ള സാധ്യത അവിടെ കാണുന്നില്ല. കാരണം ആ ഒരു 6 മാസം അല്ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയായിട്ടുണ്ടാകും, ഏകദേശം ഒരു വർഷം. ആ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ മാസങ്ങൾക്ക് ഇടയിൽ CPM-ൽ അല്ലെങ്കിൽ ഭരണത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉള്ളത്ര ഒരു ആത്മവിശ്വാസ കുറവല്ല കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രസകരമായ ഒരു മത്സരം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ UDF-ന് അനുകൂലമായി നിലനിൽക്കുന്നുണ്ട്. ഒരു പുതിയ നേതൃത്വം, പുതിയ നേതൃത്വമുണ്ട്. പിന്നെ പരമ്പരാഗതമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു പ്രസൻസ്, അൻവർ അപ്പുറം പോകുന്നുള്ള ഇതൊക്കെ UDF-ന് അനുകൂലമാവുമ്പോഴും ഈ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒന്നും രണ്ടല്ലാത്തതുപോലെ തന്നെ മറ്റ് ഘടകങ്ങളും വരാം. കാരണം CPM-നെ പ്രതിസന്ധി ആവേണ്ട അൻവർ വാസ്തവത്തിൽ ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് കോൺഗ്രസിനെയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തന്നെ ഞാൻ തീരുമാനിക്കുമെന്ന് പരസ്യമായി പറയില്ലെങ്കിൽ ആ ഒരു ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധി, ഒരു ആശയക്കുഴപ്പം തീർച്ചയായും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഒരു പ്രവചനത്തിലേക്ക് പോകാറായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ഇനിയെങ്കിലും സ്ഥാനാർത്ഥികളൊക്കെ വന്ന ശേഷം അൻവർ ഫാക്ടർ, ഈ അൻവർ ഫാക്ടർ ഇപ്പോൾ കഴിഞ്ഞ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടായിരുന്നു, 2021 ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അൻവർ മണ്ഡലത്തിലില്ല, അദ്ദേഹത്തെ കുറെ കാലമായിട്ട് കാണാനില്ല എന്ന് പറയുന്നു. യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് അൻവറുമായി റിലേറ്റ് ചെയ്ത കോൺട്രവേഴ്സീസ് അവിടെ ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുണ്ടായി. ആദ്യത്തെ ടേമിൽ അൻവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അലിഗേഷൻസ് വരുന്നു, അതിൽ കേസ് ഫൈറ്റ് വരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞൊരു 15 മുഴുവൻ ഏതാണ്ട് അൻവർ ഫാക്ടർ അവിടെ വളരെ പ്രകടമായി നിന്നിരുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് ഏത് വിധത്തിലായിരിക്കും പ്രതിഫലിക്കുക? ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നേരത്തെ LDF-നാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ ഒരു പ്രതിസന്ധി ഘടകമായിട്ട് വരേണ്ടത്. പക്ഷേ ഇപ്പോൾ അത് കോൺഗ്രസ്സിനൊരു തലവേദനയായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. കാരണം അൻവർ രാജിവെച്ച് ഇറങ്ങുമ്പോൾ തന്നെ കോൺഗ്രസ്സിൽ സ്ഥാനാർത്ഥിയാവാൻ യോഗ്യൻ DCC പ്രസിഡന്റ് ജോയാണ് എന്ന് അൻവർ പറയുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന പേര് എന്ന് പറയുമ്പോൾ തന്നെ അൻവർ പറയുന്നു അതാണെങ്കിൽ നടക്കില്ല എന്നുള്ളൊരു സൂചന അൻവർ കൊടുക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് വീണ്ടും ആര്യാടൻ ഷൗക്കത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുകയാണ്. കാരണം അൻവറിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ അത് കോൺഗ്രസ്സിനുണ്ടാക്കാവുന്ന അല്ലെങ്കിൽ UDF-നുണ്ടാക്കാവുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് അവർ ആര്യാടൻ ഷൗക്കത്തിലേക്ക് തന്നെ പോകുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ അൻവർ ഫാക്ടർ അത് നിലമ്പൂരിൽ ഇപ്പോഴും ഉണ്ടോ? ഇങ്ങനെ ഇപ്പോൾ രണ്ട് മുന്നണികൾക്കും പ്രതികൂല ഘടകമായിട്ട് മാറുന്ന വിധത്തിലേക്ക് അൻവർ മാറുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ആ ഫാക്ടർ ഒരുപക്ഷെ അവസാനിക്കും. ഒരുപക്ഷെ അൻവർ പേടിക്കുന്നത് അതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പം അതുകൊണ്ടാണ് അതിനു മുമ്പ് തന്നെ UDF-ൻ്റെ പ്രവേശനം, UDF-ലേക്ക് ഒരു പ്രവേശനം അൻവർ ആവശ്യപ്പെടുന്നത്. അത് നമുക്കൊരു പക്ഷേ അൻവർ ഇറങ്ങി വരുമ്പോഴുണ്ടായിരുന്ന CPM-നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വരുന്നത്. അത് പലതും വാസ്തവമായിരുന്നു. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള പരാതികളാണ്. അത് വലിയൊരളവിൽ അൻവർ ഉന്നയിച്ചത് ശരിയുമാണ്. ആ ശരിയാണ് എന്ന് കേരള ജനത തിരിച്ചറിയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അത് ഒന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇടപെടലാണ്. അത് വളരെ നിർഭാഗ്യകരമായിട്ട് അൻവർ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് UDF-ൽ ഇല്ലാത്തൊരാൾ നിർണ്ണയിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയത്തിലെ ഒരു ബേസിക് മര്യാദ ഇല്ലാത്ത കാര്യമായിരുന്നു. അപ്പോൾ ഇതാണ്, അപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയെ സജസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ, ആരാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്, അതല്ല എന്നിപ്പോൾ മനസ്സിലായല്ലോ.
ഇപ്പോൾ വേറൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത്, അതിനുശേഷം അൻവറിൻ്റെ ആദ്യത്തെ പൊതുസമ്മേളനം നമ്മൾ കണ്ടതാണ്. അതിനുശേഷമുള്ള അൻവറിൻ്റെ ഓരോ പത്രസമ്മേളനങ്ങളായാലും സമ്മേളനങ്ങളായാലും എന്താണ് താൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ അവ്യക്തത നിലനിർത്തുന്ന ഓരോ പ്രസ്താവനകളാണ് അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. DMK എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നു, അത് തമിഴ്നാട്ടിലെ DMKയുമായി ബന്ധമില്ലാത്തതെന്ന് പറയുന്നു, പിന്നീട് തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് ചേരുന്നു. അങ്ങനെ ഒരു കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ അഭാവം, അതായത് പിണറായി വിജയനോടുള്ള വ്യക്തിവിരോധത്തിൻ്റെ അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും ഒരു പ്രശ്നം, അപ്പോൾ വേണമെങ്കിൽ അൻവറിന് പറയാം അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നുണ്ട്. അതായത് പിണറായി വിജയൻ, അതായത് പിണറായിസം എന്നാണ് പറയുന്നത്. ആ പിണറായിസമാണ് കേരളത്തിലെ, അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം, ഈ പാർട്ടിയെ CPM എന്ന പാർട്ടിയെ മുഴുവൻ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നത് പിണറായിസമാണ്. അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയും റിയാസിൻ്റെയും ഈ ഒരു മേധാവിത്വമാണ്. അതുകൊണ്ട് അതിനെ തകർക്കുക എന്നുള്ളതാണ് എൻ്റെ ഏക ലക്ഷ്യം എന്നത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, പിണറായി വിജയനെ തോൽപ്പിക്കാൻ ഉദ്ദേശമെങ്കിൽ UDFന് അൺകണ്ടീഷണൽ പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്. അത് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നിരുപാധികമായ പിന്തുണയാണ്. പക്ഷേ ഈ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തൊട്ട് പുറകെ അദ്ദേഹം പറയുന്നുണ്ട് UDF ആരെ നിർത്തിയാലും, ആ വാക്ക് ഞാനോട് ഉപയോഗിക്കുന്നില്ല, ആരെ നിർത്തിയാലും പിന്തുണയ്ക്കും എന്ന് അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് അദ്ദേഹം വീണ്ടും ഒരു മാറ്റിമറിയൽ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ആശയക്കുഴപ്പം, വ്യക്തത, അൻവറിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വ്യക്തത. അപ്പോൾ CPMനോട് ഇടഞ്ഞു നിൽക്കുന്ന പല ഗ്രൂപ്പുകളുണ്ട്. അവർക്കൊക്കെ ഒരുപക്ഷെ പിന്തുണയൊക്കെ കുറവാണെങ്കിലും കൃത്യമായ രാഷ്ട്രീയമുണ്ട്, എന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത്. അത് ഇല്ല എന്നുള്ളതാണ് അൻവറിൻ്റെ ഏറ്റവും വലിയ ഒരു പരാജയമായിട്ട് കാണുന്നത്. അതുകൊണ്ട് അൻവർ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഘടകം അൻവർ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുറമേ നിന്നുള്ള ഏതെങ്കിലും ഭീഷണി കൊണ്ട് ഇല്ലാതായതോ അൻവറിൻ്റെ സ്വാധീനത്തെ മറികടക്കാൻ വേണ്ടി CPM എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഇല്ലാതായതോ അല്ല. അൻവർ സ്വയം കുഴിച്ച കുഴിയിൽ വീഴുകയാണ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കുകയും, രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, പിണറായി വിജയനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടിയാണല്ലോ അത് രാജിവെക്കുന്നത്. രാജിവെച്ചിട്ട് അവിടെ തിരഞ്ഞെടുപ്പ് എടുക്കുകയും അവിടെ CPMനെ പരാജയപ്പെടുത്തുകയുമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ അദ്ദേഹം ഇന്നലെയും ചെയ്തതല്ല, ഒരു കാര്യവും ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഈ അൻവർ ഫാക്ടർ എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ക്രെഡിബിലിറ്റി ലോസ് എന്ന് പറയുമല്ലോ, നമ്മുടെ വിശ്വാസ്യതയുടെ തകർച്ച. അത് കഴിഞ്ഞ ഒരു 4-5 മാസമായി അൻവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത അദ്ദേഹം തന്നെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെയുമായിട്ട് അത് ഏത് തലത്തിലേക്ക് പോകും. ഇനിയിപ്പം ഞാൻ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറയുന്നു, തൃണമൂൽ കോൺഗ്രസ് വേറെ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പറയുന്നു. എന്തിനാണ് നിർത്തുന്നത്? ആ ചോദ്യം ഉണ്ടല്ലോ. ഒരു സ്വന്തം പാർട്ടിയുടെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യുകയാണ് തൻ്റെ ഉദ്ദേശം എന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് LDFനെ തോൽപ്പിക്കുക, LDF എന്നല്ല പിണറായി വിജയെ തോൽപ്പിക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്ന അൻവർ എന്തിനാണ് ഇത്തരത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എന്നതിലേക്ക് ആലോചിക്കുന്നത്? അത് നിർത്തുമോ ഇല്ലയോ എന്നുള്ള വേറൊരു കാര്യമാണ്. അപ്പോൾ സ്വയം തന്നെ ഒരു ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതിച്ഛായ നഷ്ടം അൻവറിന് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ ഫാക്ടർ എന്ന രീതിയിൽ അദ്ദേഹം പുറത്ത് വന്ന സമയത്തുള്ള അൻവർ അല്ല ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന അൻവർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റൈറ്റ്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ UDFനെ സംബന്ധിച്ച് UDF അൻവറിൽ നിന്ന് ഒരു പക്ഷേ വലിയൊരു കോൺട്രിബ്യൂഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. കാരണം ഇപ്പം LDF CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കാൻ കഴിയാത്തൊരു മണ്ഡലത്തിൽ അൻവർ എന്ന് പറയുന്ന ഒരാളെ സ്വതന്ത്രനാക്കി നിർത്തി മത്സരിപ്പിച്ച് ജയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി കൊണ്ടുവരുന്ന വോട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് UDFലേക്ക് വരുമ്പോൾ UDF എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും അത് അവരെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വിജയത്തിലേക്ക് നയിക്കും എന്നുള്ളത്. അത് ആ എക്സ്പെക്റ്റേഷൻ ഈ അൻവർ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബഹളത്തിൻ്റെ ഇടയിൽ UDFൻ്റെ ഈ എക്സ്പെക്റ്റേഷൻ ഇല്ലാതാകുമോ? അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടോ? അല്ല, UDF കരുതുന്നത് അവർക്ക് കംഫർട്ടബിളായി ജയിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അൻവറിൻ്റെ ഒരു ആഡഡാണ്, ഒരു അഡീഷണലായി കിട്ടുന്നതാണ്. അതുകൊണ്ട് അൻവറിന് വേണമെങ്കിൽ വരാം. അപ്പോൾ UDFൽ എല്ലാവർക്കും ഇല്ല, ചിലർക്കെങ്കിലും ഉള്ള ഒരു ധാരണ അങ്ങനെ അൻവറിനെ കൂട്ടിയിട്ട് ജയിക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല ഉള്ളത്. അപ്പോൾ ഒരുപക്ഷെ മുസ്ലിം ലീഗിലോ
കോൺഗ്രസ്സിലോ ഒക്കെയുള്ള പലരുടെയും ധാരണ അങ്ങനെ. അതുകൊണ്ടാണല്ലോ അൻവർ മറ്റ് ഘടകകക്ഷി നേതാക്കളെയൊക്കെ കാണുന്നുണ്ട്. ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രോമിസ്, അതായത് UDF എടുക്കും എന്നൊരു പ്രോമിസ് ഇതുവരെ അൻവറിന് കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തത് അതെ അതെ. അപ്പോൾ ആ ഒരു പ്രശ്നം ഒരുപക്ഷെ അൻവർ പുറത്ത് വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ UDF വരാം, ഒരുപക്ഷെ ഘടകകക്ഷിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലേക്ക് UDF വരാം. അങ്ങനെ വരേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരു കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു വ്യക്തി അൻവർ എന്ന വ്യക്തിയോട് എങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യണം? അപ്പോൾ ഒരു മാന്യമായിട്ടുള്ള ഒരു അക്കോമഡേഷൻ അൻവറിന് കിട്ടേണ്ടതായിരുന്നു. കാരണം അദ്ദേഹം രാജിവെച്ച് വരികയാണ്. പക്ഷേ രാജിവെച്ച് വന്ന ഉടനെ അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പറയുകയാണ്. അപ്പോൾ ആ കോൺഗ്രസിന് ഉള്ളിലെ ഈ ഒരു ശാക്തിക ചേരികളെ ഇപ്പോഴും ശ്രമിക്കുന്നത് ആര്യാടന് വിരുദ്ധമായിട്ടുള്ള ആളുകളെ, കോൺഗ്രസ്സിൽ ഉള്ള ആളുകളെ കൊണ്ട് സംസാരിപ്പിക്കുക, VS ജോയിക്ക് അനുകൂലമായിട്ട് ഒരു ഉണ്ട്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളെ എന്തായിരിക്കണം കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ടത്? അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ ഒരു നിലയിൽ ഈ ഒരു ബാർഗെയിനിങ്ങിൽ നിന്നു കൊടുക്കേണ്ട എന്നായിരിക്കും അവർ തീരുമാനിക്കുന്നത്. കാരണം ഒരു കണ്ടീഷനും ഇല്ലാതെ അൻവർ കോൺഗ്രസിൽ ചേരട്ടെ, അതാണിപ്പോൾ അൻവറിന്. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അൻവറിൻ്റെ ഒരു ഡിക്ലൈൻ എന്നുള്ളത്, ഒരു പതനം എന്നുള്ളത് അവർ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഇപ്പോഴുള്ള ഒരു ചർച്ചയിലും, ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ അൻവറിനെ കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ ഇദ്ദേഹം ആവശ്യമില്ല. മാത്രമല്ല അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്, ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ഞാൻ പിന്തുണക്കും, കാരണം എൻ്റെ പരമമായ ലക്ഷ്യം പിണറായി വിജയനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏത് സ്ഥാനാർത്ഥിയാലും പിന്തുണ കൊടുത്താൽ മതി. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അൻവറിൻ്റെ ഒരു 4-5 പത്രസമ്മേളനങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഒരുമിച്ച് നിരത്തി വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിലുള്ള വലിയ വൈരുദ്ധ്യങ്ങൾ കാണും. ഈ വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് ഈ അൻവർ ഫാക്ടറി ഇല്ലാതാക്കിയിട്ടുള്ളത്. റൈറ്റ്. ഇത് ചോദിക്കുമ്പോഴേ ഇപ്പോൾ LDF സംബന്ധിച്ച് LDF അവിടെ അൻവറിനെ തോൽപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം സീറ്റ് നിലനിർത്താൻ, ഞാൻ LDF എന്ന് പറയുമ്പോൾ CPM എന്ന് നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും LDF നയിക്കുകയും നിലനിർത്തുകയും കൊണ്ടുനടക്കുകയും ഒക്കെ ചെയ്യുന്നത് CPM തന്നെയാണല്ലോ. അപ്പോൾ ഒന്ന് മണ്ഡലം നിലനിർത്തണം, ഒന്ന് അൻവറിനെ തോൽപ്പിക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം ഒരുപക്ഷെ ഒരു സംഘടനാ തലത്തിൽ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറായ M സ്വരാജ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നിലമ്പൂരുണ്ട്. അത് ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് എന്നുള്ള അറിഞ്ഞപ്പോൾ മുതൽ അവിടെ സജീവമാണ്. സംഘടനാ മെഷീനറിയെ വലിയ തോതിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സാധ്യത എത്രത്തോളമാണ്? ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 60,000 വോട്ടിൻ്റെ ലീഡുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം UDF. പക്ഷേ പ്രിയങ്ക ഗാന്ധി ആയിരുന്നു സ്ഥാനാർത്ഥി, തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കായിരുന്നു. അതിൻ്റെ ഒരു കെമിസ്ട്രി വേറെയാണ്, അതല്ല നിയമസഭയിലേക്ക് വരുമ്പോൾ. അപ്പോൾ LDF എത്രത്തോളം സാധ്യതകളുണ്ട്? എങ്ങനെയൊക്കെയാണ് അത് മാനേജ് ചെയ്യാൻ അവർക്ക് കഴിയുക? ഈ പറഞ്ഞ ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങൾക്ക് പുറമെ ആ പ്രവർത്തനം കൊണ്ട് മാത്രം ഇത്രയും വോട്ട് മറിയില്ല. ഇന്നലെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒരുപക്ഷെ CPM ഈ തിരഞ്ഞെടുപ്പിലും വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ പയറ്റാൻ പോകുന്നത്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്. വളരെ കൃത്യമാണ് നിലപാട്. അതായത് ഈ തിരഞ്ഞെടുപ്പിൽ അവർ ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ടായിരിക്കും. എന്തിനാണത് അത് ഉന്നയിക്കുന്നത് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളെ വോട്ട് സമാഹരിക്കുക എന്നുള്ളതാണ്. അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണശാലയായിരിക്കും ഒരുപക്ഷെ അത് നിലമ്പൂരിൽ സംഭവിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. വെൽഫെയർ പാർട്ടി, ജമാഅത്തും വെൽഫെയർ പാർട്ടിയല്ല. അപ്പോൾ അവർ പറഞ്ഞിട്ടില്ല ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. അവർ തെരഞ്ഞെടുപ്പിൽ തന്നെ രാഷ്ട്രീയമായി തന്നെ UDFുമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അങ്ങനെയൊരു പാർട്ടി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത് എന്തിനാണ്? SDPയും ഒരുപക്ഷെ അങ്ങനെ ഒരു നിലപാടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നതിലൂടെ അവർ CPM പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്.
ആ രാഷ്ട്രീയമായിരിക്കും ഈ പറഞ്ഞ പാർട്ടിയുടെ മെഷീനറി അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് ഉള്ള വോട്ട് സമാഹരിക്കാനുള്ള ഒരു ശ്രമം. അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇനി വരാനുള്ള ലോക്കൽ ബോഡി ഇലക്ഷൻ ആയാലും, ഒരു വർഷം കഴിഞ്ഞിട്ട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ഒക്കെ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട എന്നുള്ളത് ഈ വിഭാഗങ്ങളെ വോട്ട് സമാഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില നീക്കങ്ങളാണ് ഉണ്ടാവുക. അത് ഏതു തരത്തിലുള്ള ഒരു വിഭാഗീയതയായിരിക്കും കേരളത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. ഒന്ന്, CPM അതിൽ വിജയിക്കുമോ എന്നറിയില്ല. രണ്ട്, അത് കേരള സമൂഹത്തിനുണ്ടാക്കുന്ന വിഭജനം, അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത് ഈ പുറമേ കാണുന്ന ഇത്തരം സംഘടനാ പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് CPM ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഇതായിരിക്കും. ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ട് എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ CPM ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഭരണത്തിൻ്റെ മികവ്, ഈ പ്രോഗ്രസ് കാർഡ്, കേന്ദ്രത്തിലെ പല ഏജൻസികൾ കേരള ഗവൺമെൻറ്റിന് കൊടുത്ത സർട്ടിഫിക്കറ്റ്, അതൊക്കെ പറയും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇതായിരിക്കും തോന്നുന്നു. റൈറ്റ്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ ഈ ഭരണ മികവ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളങ്ങനെ വളരെ മോശം ഭരണമാണ് എന്നൊന്നും നമുക്ക് രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ചും പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് വിമർശനങ്ങൾ ആ ഭരണത്തിനെതിരെ ഉയർന്നിട്ടുണ്ട്. ആ വിമർശനങ്ങളിൽ പലതിലും അടിസ്ഥാനമുണ്ട് താനും. അപ്പോൾ അതിലേറ്റവും ഗ്ലെയറിംഗ് ആയിട്ടുള്ളൊരു സാധനം ഇപ്പോൾ ദേശീയപാത നിർമ്മിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ കരാർ കൊടുത്തതോ ഒന്നും പിണറായി വിജയൻ സർക്കാരല്ല, ദേശീയപാത അതോറിറ്റി തന്നെയാണ്. അതിൻ്റെ നിർമ്മാണം മേൽനോട്ടം നോക്കേണ്ടത് അവരാണ്. ഇതൊക്കെ അവരാണ്. അപ്പോൾ അതിൽ അന്വേഷിക്കുന്നത് അവരാണ്. തിരുത്തൽ വരാൻ പോകുന്നതും അവരുടെ ഭാഗത്തു നിന്നാണ്. പക്ഷേ ഇതിൽ ഒരു ക്രെഡിറ്റ് LDF സർക്കാരിന് അവകാശപ്പെടാം, സ്വാഭാവികമായിട്ടും അവകാശപ്പെടാം. കാരണം ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിൽ അതിൻ്റെ ഒരു 25% തുക സർക്കാർ വഹിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നത്. ആ ക്രെഡിറ്റ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രയാസം ക്രെഡിറ്റ് ഏറ്റെടുക്കുന്ന സർക്കാരും അനുഭവിക്കേണ്ടി വരുമല്ലോ. കാരണം ഞങ്ങൾ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുകൊണ്ടാണ് ഈ പാത ഉണ്ടായത് എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ, അതിൻ്റെ ഇടിവ് മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ പാത നിർമ്മിച്ചതിൻ്റെ പരിസരങ്ങളിലൊക്കെ ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിരവധിയുണ്ട്. വെള്ളക്കെട്ട്, ചെളി, കുന്നിടിയോ എന്നുള്ള ഭീഷണി, ഇങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. ഇതൊന്ന്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ മനുഷ്യരും വന്യമൃഗങ്ങളുമായിട്ടുള്ള സംഘർഷം, അത് വലിയ തോതിൽ അനുഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അത് പിന്നെ ഈ പ്രകൃതി ദുരന്തങ്ങൾ, അതിൻ്റെ ഭീഷണിയും നിലമ്പൂർ മണ്ഡലം വലിയ തോതിൽ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഒരു പരിധിവരെ എല്ലാ മാസവും കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും 2 മാസം കുടിശ്ശികയായത് ഇപ്പോഴും കുടിശ്ശികയായി തന്നെ നിൽക്കുന്നുണ്ട്. അത് തീർക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ട്, തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് അതിലൊരു പ്രതീക്ഷയുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും ഇത്തരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടെ വിലയിരുത്തപ്പെടില്ലേ സ്വാഭാവികമായിട്ടും? തീർച്ചയായും വിലയിരുത്തപ്പെടണമെങ്കിൽ ആ പ്രശ്നങ്ങൾ അതേപോലെ ആ രീതിയിൽ ഉന്നയിക്കണം. അതുപോലെ ഉന്നയിക്കാനുള്ള ഒരു കഴിവ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അങ്ങനെ ഒരു രീതിയിൽ ഈ ദേശീയപാത പ്രശ്നമായാലും ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആയാലും ആ ഒരു രീതിയിൽ സസ്റ്റെയിൻഡ് ആയിട്ട് ഗവൺമെൻറ്റിനെ പ്രതിസന്ധിയിലാക്കാൻ ഈ ഒരു ക്യാമ്പയിൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതായത് അത് ഒരുപക്ഷെ തെറ്റായിരിക്കാം. എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സർക്കാരിനെ കൃത്യമായി നെയിൽ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു വേവ് ഓഫ് അജിറ്റേഷൻ. ഇപ്പം നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ യൂത്ത് ലീഗിൻ്റെ സമരം ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നു, യൂത്ത് കോൺഗ്രസ് സമരം ഇങ്ങനെ നടക്കുന്നു, പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ്റിനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സമരമായി. നേരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സ്ഥലത്ത് UDF ആണെങ്കിൽ സമരങ്ങളുടെ വേരിയേറ്റം തന്നെ ഉണ്ടാവും. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതല്ല, DYFI കൃത്യമായി സമരരംഗത്തുണ്ടാവുകയും അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാവുകയും ചെയ്യും. അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയിട്ട് സമരങ്ങൾ ഉണ്ടാവുകയോ സമരങ്ങൾ വിജയിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു നേതൃത്വം കോൺഗ്രസ്സിനോ UDFനോ ഇല്ല എന്നുള്ളതാണ്. അതിൽ പല കാരണങ്ങളുണ്ടാവാം. മുസ്ലിം ലീഗിന് അങ്ങനെ സമരം ചെയ്യണ്ട എന്നുള്ള താല്പര്യം ഉണ്ടാവാം.
അങ്ങനെ ഒരു രീതിയിലേക്ക് CPM-നെ ആൻ്റഗണൈസ് ചെയ്യേണ്ട, CPM-ൻ്റെ വെറുപ്പ് സമ്പാദിക്കേണ്ട എന്നൊരു ഘടകകക്ഷി, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി സ്വീകരിച്ചു കഴിഞ്ഞാൽ സമരങ്ങൾ എങ്ങനെയാവും? മറ്റ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഇക്വേഷൻ ഇതുവരെ എന്തായിരുന്നു, ഇനിയുള്ളത് നമുക്കറിയില്ലെങ്കിൽ ഇതുവരെ എന്തായിരുന്നു എന്നറിയില്ലല്ലോ. അപ്പോൾ ആർക്കാണ് ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് പോവുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായയെ തടഞ്ഞു നിർത്താൻ, അല്ലെങ്കിൽ ഒരു കൃത്യമായ രീതിയിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് മറുപടി പറയിക്കാനുള്ള ഒരു സമരമോ ഒരു പ്രതിഷേധമോ സംഘടിപ്പിക്കാൻ കോൺഗ്രസും പ്രത്യേകിച്ചും ഘടകകക്ഷികളും പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് ഉന്നയിക്കപ്പെടും. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ കൃത്യമായി ഉന്നയിക്കപ്പെടുമായിരിക്കും. പക്ഷേ ഇതാണോ വെയിറ്റ് ചെയ്യുക, നേരത്തെ പറഞ്ഞ ഘടകമാണോ, ഏതിനാണ് വെയിറ്റ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പക്ഷേ ഒരു പരീക്ഷണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് ഒരു ഇൻകോൺസിക്വൻഷ്യൽ എന്ന് പറയാമല്ലോ, ഒരു പ്രാധാന്യവുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായി. കാരണം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആര് തോറ്റാലും ആര് ജയിച്ചാലും സംഭവിക്കാം. പക്ഷേ ഇതൊരു പരീക്ഷണശാലയായിരിക്കും. ഈ പരീക്ഷണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു CPM പ്രയോഗിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു നേരത്തെ പരിചയമുണ്ട്. പക്ഷേ കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ, ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഇത് പരീക്ഷിക്കുമ്പോൾ അത് ഏത് രീതിയിൽ ഉള്ള ഫലമുണ്ടാക്കും എന്നുള്ളതിൻ്റെ സൂചന ഇന്നലെ തന്നെ ജില്ലാ സെക്രട്ടറി നടക്കാൻ ആ ഒരു പ്രസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു രംഗത്തുമില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ SDP വിചാരിച്ചാൽ കേരളത്തിൽ ഏതെങ്കിലും തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും അങ്ങനെ ഭൂരിപക്ഷമുള്ള, അല്ലെങ്കിൽ 3000-4000 വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി വിചാരിച്ചാൽ അല്ലെങ്കിൽ SDP വിചാരിച്ചാലൊക്കെ തീരുമാനിക്കും. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും ചർച്ചയിൽ കേന്ദ്രസ്ഥാനത്ത് വരണം എന്ന് CPM തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഇന്നലത്തെ അനിൽകുമാറിൻ്റെ ആ പ്രസ്താവനയോട് മനസ്സിലാകുന്നത്. അത് പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും എന്നാണ് കരുതുന്നത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രസക്തി അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. അതിലേക്ക് ഞാൻ അവസാനം വരാം. അതിന് മുമ്പ് ഒറ്റ കാര്യം ചോദിച്ചിട്ട്, ബി ജെ പി കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 8% വോട്ട് അവർക്കുണ്ടായിരുന്നു. പക്ഷേ 2021 ആയപ്പോൾ അവരുടെ വോട്ട് വീതം കുറയാണ് ഉണ്ടായത്. അവർ ഇത്തവണ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ആ കൺഫ്യൂഷന് ഈ പറഞ്ഞൊരു ഘടകം അവിടെയുണ്ട്. കാരണം ഇനിയിപ്പോൾ കുറച്ചൊരു നാളത്തേക്കേ ഉള്ളൂ ഈ അംഗത്തിൻ്റെ നിയമസഭാ പ്രവർത്തന കാലപരിധി എന്ന് പറയുന്നത്. അപ്പം അത്തരം സമയത്തിന് വേണ്ടിയിട്ട് മത്സരിക്കണം. പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ജയിക്കാത്ത മണ്ഡലമാണ് എന്ന് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ മറ്റു മണ്ഡലങ്ങൾക്ക് അവർ സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്, ഇവിടെ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാവും. പക്ഷേ അദ്ദേഹം അത് പറയുന്നുണ്ട് എന്താണെങ്കിലും. അപ്പോൾ BJP മത്സരിക്കുന്നില്ല എന്നാണ് ഇന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഒരു 7000 മുതൽ 10000 വരെയോ 12000 വരെയുള്ള വോട്ടുകൾ അത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറും. അത് BJP ആർക്ക് വോട്ട് ചെയ്താലും BJP മത്സരിക്കുന്നില്ല എന്ന് വെക്കുക. LDF സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ വരാവുന്ന ഏറ്റവും വലിയ ഒരു അപവാദം എന്നുള്ളത് BJP-യുടെ വോട്ടുകൾ CPM മറിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ബോധപൂർവമായ ശ്രമം, അതിനിപ്പോൾ വോട്ട് മറിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ഇവരെ അടിസ്ഥാനം ഉണ്ടാവും. മാത്രമല്ല ഇന്നലെ അനിൽകുമാർ പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉടനെ ചോദിക്കുന്നത് എന്നാൽ RSSൻ്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞോ എന്നുള്ളതാണ്. BJP-യുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞോ, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നില്ല? അപ്പോൾ ആ ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിപ്പം BJP മത്സരിക്കുന്നില്ല, അതേസമയം തന്നെ CPM-ൻ്റെ വോട്ട് ജയിക്കണമെന്നില്ല. CPM-ൻ്റെ വോട്ടുകൾ കൂടിക്കഴിഞ്ഞാൽ ഉടനടി ഉണ്ടാകുന്ന ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ അത് BJP-യുടെ വോട്ടുകൾ CPM കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അത് ബോധപൂർവമായി അങ്ങനെ ഒരു ശ്രമം BJP അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ BJP മത്സരിക്കേണ്ട കാര്യമില്ല അവിടെ. അതെ, അതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം ഒരു പൊളിറ്റിക്കലി അങ്ങനെ മറ്റ് തിരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത്. വാസ്തവത്തിൽ ആരും ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇല്ലാതെ പോയിരുന്നെങ്കിൽ അതങ്ങനെ പോട്ടേതായിരുന്നു ചെയ്തത്. ഇത് അടിച്ചേൽപ്പിച്ച ഒരു സാധനമാണ്. അപ്പോൾ BJP-യെ പോലുള്ളൊരു പാർട്ടി അവിടെ മത്സരിക്കുക എന്നുള്ളത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ BJP മത്സരിച്ചിട്ടില്ലെങ്കിൽ
ഇങ്ങനെ ഒരു ആരോപണം വരാൻ സാധ്യതയുണ്ട്. ആരോപണം മാത്രമല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉണ്ടാവും. വളരെ സജീവമായിട്ട് വരും. BJP വോട്ടുകൾ CPM വാങ്ങി അല്ലെങ്കിൽ CPM മറിച്ചു എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് UDF ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരാൻ പോകുന്നതാണ്. അപ്പോൾ ഇവർ SDPIയുടെയും ജമാഅത്തിൻ്റെയും പിന്തുണ പറയുമ്പോൾ തിരിച്ചു പറയാൻ ഒരു കാര്യം UDFന് കിട്ടുന്നത് ഒരു പക്ഷേ BJP മത്സരിച്ചില്ലെങ്കിൽ അതായിരിക്കും. അവസാനമായിട്ട് നേരത്തെ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ ഒന്ന്, ജനപ്രതിനിധിയുടെ കാലപരിധി വളരെ കുറവാണ്. രണ്ടാമത്തത്, എല്ലാ പൊളിറ്റിക്കൽ സിസ്റ്റവും ഈ തെരഞ്ഞെടുപ്പ് വേണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരുപക്ഷെ വരാനിരിക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ്റെയും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും കൃത്യമായിട്ടുള്ളൊരു പോയിൻ്ററായിരിക്കും എന്നുള്ള വിധത്തിലുള്ള വ്യാഖ്യാനം ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ അത് പറയുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൃത്യമായ സൂചനയായിരിക്കും എന്നുള്ളത്. അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ലോക്കൽ ബോഡി ഇലക്ഷൻ്റെയോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയോ ഒക്കെ ഒരു പോയിൻ്ററായിട്ട് അവിടെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ മാധ്യമങ്ങളൊക്കെ ഇതിനെ ക്വാർട്ടർ ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സൂചകമാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് ഏതാണ്ട് കൃത്യമായ ഒരു കൊല്ലമുണ്ട്, നിയമസഭയിലേക്ക് ഒരു കൊല്ലമുണ്ട്. അപ്പോൾ അതിനിടയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഇത് ഒരു ഏതെങ്കിലും രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏതെങ്കിലും രീതിയിൽ ഇതിന് പുറത്തുള്ള നിയോജക മണ്ഡലങ്ങളിൽ സ്വാധീനിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതയും കുറവാണ്. പക്ഷേ ഇത് എങ്ങനെയാണ് CPM വരുന്ന ഇലക്ഷൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു സൂചന നമുക്ക് കിട്ടും. എങ്ങനെയാണ് UDF അതിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചന കിട്ടും. അങ്ങനെയല്ലാതെ ഇത് വരാൻ പോകുന്ന ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ഒരു സെമി ഫൈനലോ ക്വാർട്ടർ ഫൈനലോ എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്നത് അപക്വമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മറ്റേ ഒരുപാട് ഘടകങ്ങൾ തിരഞ്ഞെടുപ്പിൽ വരാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഇപ്പോൾ ഇന്നലെ അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് 2021 കിട്ടിയത് 2700 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്, ഇതിൻ്റെ 10 ഇരട്ടി ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും എന്ന് അൻവർ ഒരു കാര്യം പറയണ്ടായി. ആ വലിപ്പത്തിലുള്ളൊരു ഭൂരിപക്ഷമാണ് നിലമ്പൂർ നൽകുന്നതെന്ന് വിചാരിക്കുക, ഒരു പോസിബിലിറ്റി. അതർവൈസ് ഇപ്പുറത്ത് LDFിനൊരു ചെറിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം, 2 പോസിബിലിറ്റിയാണല്ലോ അവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഇതൊരു 2 പോസിബിലിറ്റി ആയിട്ട് എടുക്കുക. ഇങ്ങനെ ഒരു സിനാരിയോ ആണ് വരുന്നതെങ്കിൽ അതൊരു പോയിൻ്ററായിട്ട് മാറും. അങ്ങനെ ഒരു CPM വിജയിക്കുകയാണെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മൊറാൽ ബൂസ്റ്ററായിരിക്കും. കാരണം ഇത്രയും ആക്രമിക്കപ്പെടുക, ഇത്രയും കുറ്റപ്പെടുത്തലുകളുടെ സമയത്ത് പോലും അൻവർ അപ്പുറത്തേക്ക് പോയിട്ട് പോലും CPM വിജയിക്കുകയാണെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസത്തിലുള്ള ഘടകമായിരിക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം ഇപ്പോൾ ചേലക്കരയിൽ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ആശ്വാസമായിരുന്നു. ആ ആശ്വാസത്തിനേക്കാൾ വലിയൊരു ആശ്വാസമായിരിക്കും ഒരുപക്ഷെ ഇതിൽ CPM വിജയിക്കുകയാണെങ്കിൽ. പക്ഷേ ആ ആത്മവിശ്വാസവും കൊണ്ട് നമ്മളെ പോയാൽ പ്രശ്നമായിരിക്കും. നേരെ പോലത്തെ വലിയ ഇതിൽ കോൺഗ്രസ് വിജയിക്കുന്നു വെക്കുക, കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം കൂടും, ആത്മവിശ്വാസത്തോടൊപ്പം തന്നെ അതിനുള്ളിലെ പ്രശ്നങ്ങൾ കൂടും, അതിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു സൂചകങ്ങളായിരിക്കാം. പക്ഷെ അത് ഇതാണ് തീരുമാനിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ഇതിനെ അവതരിപ്പിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. റൈറ്റ്. എന്തായാലും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വളരെ അടുത്താണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അധികം സമയമൊന്നുമില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് വളരെ അതിന് വേണ്ട സമയം മാത്രം പാലിച്ചുകൊണ്ടാണ് വിജ്ഞാപനം പഠിപ്പിക്കുക. അപ്പോൾ 19 വോട്ടെടുപ്പും 23 കൗണ്ടിങ്ങുമാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ കേരള രാഷ്ട്രീയം വലിയ തോതിൽ ചർച്ചയാകാനിടയുള്ള ഒരുപാട് സംഭവങ്ങൾ നിലമ്പൂരിൽ നിന്ന് ഉണ്ടാകാൻ ഇടയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഒരു പോയിൻ്ററാകുമോ എന്നുള്ള ചോദ്യത്തിന് പ്രശാന്ത് നൽകിയ മറുപടിയും വളരെ വളരെ സൂക്ഷ്മമായി നമ്മൾ വിലയിരുത്തേണ്ടത് കൂടിയാണ്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.